ഹലോ അസ്സാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മക്കളെ, ഞാൻ ഇക്കാൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു അത്ഭുത സംഭവമായിട്ട് കണ്ടതാണ് കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിലൊന്നും ഇതുപോലെ നമ്മളെ എടുത്ത് ക്രിസ്ത്യൻ പള്ളിയൊന്നും ഇല്ലാത്ത കാരണം ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ എടുത്ത് ഫുള്ള് ക്രിസ്ത്യൻസ് ഉണ്ട്, പള്ളിയൊക്കെ ഉള്ള കാരണം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ക്രിസ്മസ് വരുമ്പോൾ അപ്പോൾ പള്ളിയിലും ഇവിടെ റോട്ടുമ്മലും ഓരോ വീട്ടിലും ഓരോ ഇതിലാണ് ചമയിച്ചിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വീട്ടിൽ ഇതന്നെയാണ് കേട്ടോ അവസ്ഥ. പല തരത്തിലുള്ള കാണാൻ നല്ല നല്ല ഭംഗിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി കേട്ടോ.
അപ്പം മക്കളെ ക്രിസ്മസൊക്കെ ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊടിച്ചാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ നമ്മളിത് ഒരു ബൗളെടുത്തുങ്ങാണ്ടായിക്കും കോഴിമുട്ടയാണ് പൊടിച്ച് വയ്ക്കണത്, ഒരു 3 എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയെണ്ണം എടുക്കണം അതിനനുസരിച്ചിട്ട് എടുക്കുക. മുട്ടൻ്റെ അളവ് കുറക്കും കൂട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സൺഫ്ലവറൊക്കെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ബീറ്റർ വെച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് അടിച്ചെടുക്കണതാണ്. ബീറ്ററൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സിയിലിട്ടുങ്ങാണ്ട് ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുക്കുമ്പോൾ 2-3 പ്രാവശ്യം നിർത്തിങ്ങാണ്ട് മിക്സി ചൂടാവാതെ നോക്കിയിട്ടൊന്നും കണ്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മുട്ട നന്നായിട്ടൊന്നും കണ്ട് അടിച്ചതിൻ്റെ ശേഷം ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് നന്നായിട്ടൊന്നും കണ്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ. എന്നാലും മധുരം കൂടുതലുണ്ടാവില്ല, നല്ല കുറവല്ലേനു കേട്ടോ. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിന് ഞാൻ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് മാറ്റി വെച്ചിരുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം എനിക്കത് തരിക്കണ സമയത്താണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനത് തരിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം തരിച്ചെടുത്ത് പറഞ്ഞാൽ ഈ കൊക്കോ പൗഡറൊക്കെ ഒന്ന് മിക്സായി കിട്ടാനും ബേക്കിംഗ് പൗഡറും ഇതൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഞാനിത് ബീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് പൊടികളൊക്കെ തരിച്ചെടുത്ത് വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ പൊടികളൊക്കെ ഒന്ന് തരിച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീറ്റ് ചെയ്ത പാട് അതിലിട്ട് കൊടുക്കട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മുട്ടൻ്റെ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഈ പൊടി 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇതുപോലെ ഒരു ഭാഗം വെച്ചുങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുങ്ങാണ്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല കട്ടകളൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഈ ബബിൾസ് പോലെയാണ് കേട്ടോ, വേറെ ഇതിൽ കട്ട കുത്തിയതൊന്നുമല്ല. അപ്പോൾ അത് ഇത്രയും ലൂസിലാണ് കേട്ടോ അത് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് ഇളം ചൂടുള്ള പാലോ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം സ്റ്റീലിൻ്റെ കുക്കറാണേനും പിന്നെ ഞാൻ പാത്രത്തിൽ വെച്ചിട്ട് വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കൽ അങ്ങനെയായിട്ട് ചെയ്യൽ. അപ്പോൾ ഈ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഒരു ബട്ടർ പേപ്പറിന് പകരമായിട്ട് A4 ഷീറ്റ് വട്ടത്തിൽ കട്ട് ചെയ്ത് കണ്ട് അത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ, വിസിൽ ഊരി വെച്ചിങ്ങാണ്ട്. പിന്നെ എനിക്കിത് ബേക്ക് ചെയ്യാൻ സമയം എടുത്തത് 40 മിനിറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒരു പാൻ വെച്ചിങ്ങാണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിന്ന് തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ടാണ് 40 മിനിറ്റ് നേരം വേവിച്ചെടുത്തത്. കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഈ ഇടയിലൊന്നും തുറന്നിട്ട് കുത്തി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. 40 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ കൊണ്ട് എടുത്തപ്പോൾ ഉഷാറായിക്കണം. മുകൾ വശമൊക്കെ നല്ല വെന്തിക്കണം കേട്ടോ. പക്ഷേ ഒരു ബബിൾസ് പോലെ കണ്ട് ഉള്ളതാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിക്കണ്. അപ്പോൾ അടർത്തിയെടുക്കാനോ ഒന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല പേപ്പർ വെച്ച കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.